പലരും ഈ ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാതെയാണ് ഈ ടു സ്റ്റേറ്റ് സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഇന്ത്യ ഉൾപ്പെടെ ടു സ്റ്റേറ്റ് സൊല്യൂഷനെ പിന്തുണയ്ക്കുന്നു. യു എനിൽ അതുമായിട്ട് ബന്ധപ്പെട്ട റെസൊല്യൂഷൻ വരുമ്പോഴത്തേക്കൊക്കെ ഇന്ത്യ ടു സ്റ്റേറ്റ് സൊല്യൂഷനെ അനുകൂലിച്ച് വോട്ട് രേഖപ്പെടുത്താറുണ്ട്. ഇന്ത്യ ഇസ്രായേലിന് ശക്തമായിട്ടുള്ള പിന്തുണ കൊടുക്കുന്ന അതേ സാഹചര്യത്തിൽ പാലസ്തീനിന് ഒരു സ്റ്റേറ്റ് വേണമെന്നുള്ള രീതിയിൽ ഇന്ത്യ കൃത്യമായിട്ട് ഇന്ത്യയുടെ നിലപാട് അതിന് അനുകൂലമായിട്ട് വ്യക്തമാക്കാറുണ്ട്. ഇപ്പം ഇവിടെ ഞാൻ പറയുന്നത് പോപ്പ് ലിയോ ഒരു ട്വീറ്റ് പങ്കുവച്ചിട്ടുണ്ട്. അതായത് ടു സ്റ്റേറ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂവിൽ, പ്രത്യേകിച്ച് ഇസ്രായേൽ ഗാസ യുദ്ധത്തിൽ ഒരു പെർമനൻറ്റ് സൊല്യൂഷന് അത് വഴിയൊരുക്കും എന്നുള്ള രീതിയിൽ പോപ്പ് ലിയോ ട്വീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് പറഞ്ഞാൽ, ഇസ്രായേൽ എന്ന് പറഞ്ഞ ലാൻഡിനെ കുറിച്ച് ഒരു വ്യക്തതയും ഇല്ലാണ്ടാണ് പുള്ളിക്കാരൻ ഇങ്ങനെ സംസാരിക്കുന്നത്. ചരിത്രപരമായി തന്നെ ഇപ്പം നമ്മൾ ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെസ്റ്റ് ബാങ്ക് ഉണ്ട്, അതുപോലെ ഗാസ. നമ്മൾ ഈ റിവർ ടു സീ, ഫ്രീ പാലസ്തീൻ ഇതൊക്കെ ഒഴിവാക്കിക്കോളൂ. റിയലി ഒരു ടു സ്റ്റേറ്റ് സൊല്യൂഷൻ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും, അതിനെക്കുറിച്ച് മാത്രം നമുക്കിവിടെ ഫോക്കസ് ചെയ്ത് നോക്കാം. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം നിലവിൽ ട്രംപ് ഗാസ പീസ് അക്കോർഡുമായിട്ട് ബന്ധപ്പെട്ട് സെക്കൻഡ് ഫേസിലേക്ക് കടന്നുകൊണ്ട് ഇസ്രായേലിന് മേലിൽ കനത്ത സമ്മർദ്ദം ഇടുക. അപ്പോൾ ഇസ്രായേൽ ആണെന്നുണ്ടെങ്കിൽ വളരെ ശക്തമായി തന്നെ വെസ്റ്റ് ബാങ്കിൻ്റെ ഉള്ളിൽ നിരവധി സ്റ്റെപ്പ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ വെസ്റ്റ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാൻ വെച്ചിരിക്കുന്ന മാപ്പ് നോക്കുക, അതിനകത്ത് ഹെബ്രോൺ ഉണ്ട്, അതുപോലെ തന്നെ നിങ്ങൾ മുകളിലോട്ട് നോക്കി കഴിഞ്ഞാൽ അവിടെ ജുദയ, സമാരിയ എന്നൊക്കെയാണ് ഈ വെസ്റ്റ് ബാങ്കിൻ്റെ പല ഭാഗങ്ങളെയും ചേർത്തനയ്ക്ക് റമല ഉൾപ്പെടെയുള്ള ഭാഗങ്ങളൊക്കെ അതിൽ പെടുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ജനീൻ വരും ഏറ്റവും ടോപ്പിൽ. അത് കഴിഞ്ഞിട്ടുള്ള സ്ഥലങ്ങൾ ഇവിടെ താഴെ ഹെബ്രോൺ വരെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് വെസ്റ്റ് ബാങ്കാണ്. ഈ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറി കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇങ്ങനെ കയറി ഇങ്ങനെ ഒരു കർവ് പോലെ വന്നിട്ട് ഇങ്ങനെ താഴോട്ട് വളഞ്ഞ് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പുറത്തെ സൈഡിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ജോർദാൻ വാലിയാണ്. ജോർദാൻ വാലി കഴിഞ്ഞാൽ പിന്നെ ജോർദാനാണ്, സ്റ്റേറ്റ് ഓഫ് ജോർദാൻ. ഓൾറെഡി തന്നെ ഒരു 3 ലക്ഷത്തിലധികം പലസ്തീനിയൻസ് ജോർദാൻ്റെ ഉള്ളിലേക്ക് അന്ന് പലായനം ചെയ്ത് പോയിട്ടുണ്ട്. അന്ന് ശരിക്കും ഈ ട്രാൻസ് ജോർദാൻ എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ പലസ്തീൻ. അവിടെയാണ് ബ്രിട്ടീഷ് പലസ്തീൻ മാൻഡേറ്റിൽ വരുന്നത്. അപ്പോൾ ഈ പലസ്തീനികളെല്ലാം തന്നെ അങ്ങോട്ടാണ് പോയി താമസിക്കേണ്ടത്. ഈ പലസ്തീനികൾ എന്ന് പറയുന്നതിന് പല സ്ഥലത്തു നിന്നും വന്ന് കുടിയേറി താമസിച്ച അറബ്സാണ്. അറബ് എത്നിസിറ്റിയിലുള്ള ആൾക്കാരെയാണ് ഈ പലസ്തീനിയൻസ് പറയുന്നത്. ശരിക്കും പാലസ്തീൻ എന്ന് പറഞ്ഞൊരു രാജ്യമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഒന്നും ഇല്ല, ശരിക്കും അറബ്സാണ്. അപ്പോൾ അതിനകത്ത് ഒട്ടോമൻ അറബ്സ് ഉണ്ട്, കുറേ തുർക്കിഷ് ഒട്ടോമൻ സമയത്ത് താമസിച്ചിരുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ സംഭവം ഇതൊരു നൂഡിൽസ് പോലെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ വെസ്റ്റ് ബാങ്കിൻ്റെ ഉള്ളിൽ. അത് പ്രത്യേകിച്ച് ഈ ജെറുസലേം എന്ന് പറഞ്ഞൊരു സ്ഥലം. ഈ ജെറുസലേം എന്ന് പറയുന്നത് വെസ്റ്റ് ബാങ്കിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. ഇതൊരു ഇൻ്റർനാഷണൽ സോണായിട്ട് അതിനെ പ്രഖ്യാപിച്ചിരിക്കുന്നത് കൊണ്ട് മാത്രം അത് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഈസ്റ്റ് ജെറുസലേമിൻ്റെ ഭാഗമാണ്. അവിടെയാണ് മുസ്ലിംസിന് 2 മോസ്ക് ഉള്ളത്. ഒന്ന് അലക്സ മോസ്ക്, അതുപോലെ തന്നെ ഡോം ഓഫ് ദ റോക്ക്. അലക്സ മോസ്കും ഡോം ഓഫ് ദ റോക്കും, ഈ 2 മോസ്ക് അവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അവിടെ വർഷിപ്പ് നടത്താനുള്ള ഒരു ഫെസിലിറ്റി വേണം എന്നുള്ളതാണ്. ക്രിസ്ത്യൻസിനും അവിടെ പ്രാധാന്യമുള്ള ചർച്ചുകൾ അവിടെ ഉണ്ട്. അതുപോലെ ജൂസിനും അവിടെ പ്രാധാന്യമുള്ള വെസ്റ്റേൺ വാൾ ഉൾപ്പെടെയുള്ള അവരുടെ ആരാധന നടത്തുന്ന ഏരിയയും അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് എല്ലാവർക്കും കൂടി പ്രാധാന്യമുള്ള സ്ഥലമാണ്. അപ്പോൾ അത് അങ്ങനെ തന്നെ നിലനിൽക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രായേൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഇപ്പം ബാക്ക് ടു ദ ടു സ്റ്റേറ്റ് സൊല്യൂഷനിലേക്ക് പോവാം. ഈ ടു സ്റ്റേറ്റ് സൊല്യൂഷൻ പറയുമ്പോൾ എന്താണ്, ഗാസയിൽ നിന്നും പൂർണ്ണമായിട്ടും ഇസ്രായേൽ ട്രൂപ്പിനെ പിൻവലിക്കണം. ഓക്കെ, നമ്പർ 1. 2, വെസ്റ്റ് ബാങ്കിൽ നിന്നും ഇസ്രായേൽ പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു കൊടുക്കണം. അതുപോലെ അതിൻ്റെ ഉള്ളിൽ വെസ്റ്റ് ബാങ്കിൻ്റെ ഉള്ളിലുള്ള ഇസ്രായേലി സെറ്റിൽമെൻറ്റുകളും ഒഴിഞ്ഞു കൊടുക്കണമെന്നാണ് പറയുന്നത്. അതായത് പൈസ കൊടുത്ത് വാങ്ങിച്ച സ്ഥലങ്ങൾ, അതേപോലെ അറബ്സ് അന്ന് വിറ്റ് ഒഴിവാക്കിയ സ്ഥലങ്ങൾ, ഇതെല്ലാം തന്നെ വിട്ടൊഴിഞ്ഞ് ഈ ഇസ്രായേലൈറ്റ്സ് അഥവാ ഈ ജൂസ് അവിടെ നിന്ന് മാറിക്കൊടുക്കണം എന്നാണ് ഈ ടു സ്റ്റേറ്റ് സൊല്യൂഷനിൽ പ്രധാനമായിട്ട് പറയുന്ന വിഷയങ്ങൾ. ഇപ്പം ഈ പോപ്പ് ലിയോ പറയുന്നത് പോലെ ഇതിൻ്റെ പ്രാക്ടിക്കാലിറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഗാസയിൽ നിങ്ങൾ നോക്കൂ, 2005 ഇതേപോലെ ഗാസയ്ക്കുള്ളിൽ ഒരു ക്ലാഷ് നടക്കുന്നുണ്ട്. അതിനുശേഷം 2005-2006 അവിടെ യുദ്ധം അവസാനിക്കുകയാണ്. ഇതേപോലെ അന്താരാഷ്ട്ര സംഘടനകളൊക്കെ ഇടപെട്ടുകൊണ്ട് ഇസ്രായേൽ ട്രൂപ്പിനെ അവിടെ നിന്ന് പൂർണ്ണമായിട്ടും വിഡ്രോ ചെയ്തുകൊണ്ട് ഗാസയെ വീണ്ടും റീകൺസ്ട്രക്ഷൻ ചെയ്ത് മുന്നോട്ട് പോവാണ്. ആ സാഹചര്യത്തിൽ 2006 ഇതേ മാതൃകയിൽ ഈ ഗാസയിലുള്ള ജനങ്ങളുടെ അടുത്ത് ഹമാസ്, അന്ന് അവിടെ ഫത്തേ പാർട്ടി ഉണ്ടായിരുന്നു, ഈ ഫത്തേ പാർട്ടിയെ ഇവർ അടിച്ചോട്ടിച്ചിട്ട് അവിടെ നിന്ന് ഹമാസ് ഡോമിനേറ്റഡ് ആയിട്ട് വരികയാണ്. എന്ത് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഡോമിനേറ്റഡ് ആവുന്നത്? അതായത് യഹൂദനെതിരെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പറഞ്ഞുകൊണ്ട്, യഹൂദൻ ഇങ്ങനെ നമ്മുടെ സ്ഥലം കയ്യേറി വെച്ചിരിക്കുന്നു, അവനിൽ നിന്നും പൂർണ്ണമായിട്ടും നമ്മൾ സ്വാതന്ത്ര്യം നേടി നമ്മുടെ രാജ്യത്തിനെ നമ്മളൊരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ആ എൻറ്റയർ ഇസ്രായേൽ, ഗാസ, വെസ്റ്റ് ബാങ്ക് മൊത്തത്തിലുള്ള സ്ഥലങ്ങളുണ്ടല്ലോ, ആ സ്ഥലങ്ങൾ മൊത്തത്തിൽ നമ്മൾ പിടിച്ചെടുക്കും, അതാണ് നമ്മളുടെ യഥാർത്ഥ സ്വാതന്ത്ര്യം എന്നുള്ള രീതിയിൽ ഈ കുട്ടികളെ ഉൾപ്പെടെ
ഈ UNRWAയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുന്ന ഫണ്ടമെന്റൽ ഐഡിയോളജി ആയിരുന്നത്. അത്തരത്തിൽ കുട്ടികളെ പഠിപ്പിക്കുകയും ഈ ഹമാസ് എന്ന് പറഞ്ഞ ഈ പ്രസ്ഥാനം ഇസ്രായേലിനെതിരെയുള്ള നിലപാടുകൾ വ്യക്തമായി പറഞ്ഞുകൊണ്ടാണ് വോട്ട് വാങ്ങിച്ച് വിജയിച്ചു വരുന്നത്. അതായത് ഫത്തേ പാർട്ടി ഇത്രയും നാളും അവിടെ നടത്തിയ ശ്രമം പരാജയപ്പെടുകയാണ്. ഇസ്രായേലിനെതിരെ അവർക്ക് വിജയം കൈവരിക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഹമാസ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ചോരത്തിളപ്പുള്ള യുവാക്കളാണ്, ഞങ്ങൾ പുതിയ ഒരു പാർട്ടി പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെയുള്ള നീക്കം ശക്തിപ്പെടുത്തി ഞങ്ങൾ ഈ രാജ്യത്തിനെ സ്വതന്ത്രമാക്കും, ഒരു പാലസ്തീൻ സ്റ്റേറ്റ് ഞങ്ങൾ നിർമ്മിക്കും എന്നുള്ള രീതിയിൽ ഇവർ വാഗ്ദാനം നൽകിക്കൊണ്ട് ഇതിലെ ജനങ്ങളുടെ വോട്ട് വാങ്ങിച്ച് ഇവർ വിജയിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ജനങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് വോട്ട് ചെയ്തത്? ഇസ്രായേലിനെ അവിടെ നിന്ന് നീക്കം ചെയ്യാനും ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്തത്. ഇന്ന് ഹമാസ് വേണ്ട, ഹമാസ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നെങ്കിൽ അത് അവരുടെ ഇത്രയും കാലത്തെ കൈപ്പേറിയ അനുഭവത്തിൽ നിന്നും അവർ പറയുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് തെറ്റാണ്. ശരിക്കും അവർ പറയാനുള്ള കാരണം ഹമാസ് അവിടെ ഉന്മൂലനം ചെയ്യപ്പെടുന്നു, ഇസ്രായേൽ നിരന്തരം ഹമാസിനെ ആക്രമിക്കുന്നു, ഹമാസ് തോൽക്കുന്നു, ഇനി ഹമാസിനെ വിശ്വസിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ആ ജനങ്ങൾ, പലസ്തീൻ ജനങ്ങൾ ഹമാസിനെതിരെ ഉള്ള നിലപാടുകൾ എടുക്കുന്നത്. അങ്ങനെയാണ് ഹമാസിനെതിരെ മറ്റൊരു സംവിധാനം അവിടെ രൂപപ്പെട്ടു വരുന്നത്. അവർ ഹമാസിനെതിരെ അവിടെ കിടന്ന് ഫൈറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഗാസയ്ക്കുള്ളിൽ തന്നെ പല ചേരികളാണ്, പലതരത്തിലുള്ള ഗ്രൂപ്പുകളുണ്ട്. പക്ഷേ ഇവരെല്ലാം ഇസ്രായേലിനെതിരാണ്, അതാണ് മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് ഇപ്പോൾ 2023 അപ്പോൾ 2005 കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കൂ, 2006 ഇലക്ഷനിൽ വിജയിച്ച് ഹമാസ് വരുന്നു. അതിനുശേഷം ഒരുപാട് സംഗതികളൊക്കെ അവർ നടപ്പിലാക്കുന്നുണ്ട്. വൻ ആയുധശേഖരം ഇവർ നടത്തുന്നുണ്ട്. രഹസ്യമായിട്ട് ആയുധങ്ങളൊക്കെ കടത്തി ബുൾഡോസറൊക്കെ കൊണ്ടുവന്ന് ഇസ്രായേലിൻ്റെ ബോർഡർ പൊളിച്ച് October 7, 2023 ഇവർ ഇസ്രായേലിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഒരു സോവറൈൻ സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കയറി ഇവർ നടത്തിക്കൂട്ടിയ തീവ്രവാദ പ്രവർത്തനങ്ങളും മൃഗീയമായിട്ടുള്ള ഇടപെടലുകളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇനി അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതില്ല, അത് ഓൾറെഡി തന്നെ രജിസ്റ്റേർഡ് ആണ്. അപ്പോൾ അത്തരത്തിലുള്ള തീവ്രവാദ സംഘടന ഇപ്പോൾ ഈ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ ഉണ്ടാക്കിക്കൊണ്ട് ഇപ്പോൾ ഗാസയിൽ നിന്നും ഇസ്രായേൽ പൂർണ്ണമായിട്ടും ട്രൂപ്പ് വിഡ്രോ ചെയ്യുന്ന പറഞ്ഞാൽ ഓക്കെ. അതുപോലെ വെസ്റ്റ് ബാങ്കിൽ നിന്നും ഇപ്പോൾ ട്രംപ് പറയുന്നത് പോലെ അവിടെ നിന്ന് ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? നിങ്ങൾ വെസ്റ്റ് ബാങ്കിൻ്റെ മാപ്പ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ കർവായിട്ട് വളഞ്ഞ് വെസ്റ്റ് ബാങ്ക് ഇസ്രായേലിൻ്റെ ഉള്ളിൽ കയറി കിടക്കുകയാണ്. ഈ വെസ്റ്റ് ബാങ്കിൻ്റെ മാർജിനൽ എഡ്ജിൽ നിന്നും മെഡിറ്ററേനിയൻ സീയിലേക്ക് വെറും 15 കിലോമീറ്ററേ ഉള്ളൂ ഡിസ്റ്റൻസ്. ഈ മാപ്പ് നിങ്ങൾ കണ്ടല്ലോ, വെറും 15 കിലോമീറ്റർ. ശരിക്കും ഇസ്രായേലിൻ്റെ സെൻട്രൽ ഇസ്രായേൽ ഭാഗത്ത് മേജർ പോർഷൻ ഈ വെസ്റ്റ് ബാങ്കിൻ്റെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കുകയാണ്. ഈ വെസ്റ്റ് ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ നിരന്തരം പ്രശ്നത്തിലും, അവിടെയാണെങ്കിൽ ഒരുപാട് തീവ്രവാദ സംഘടനകളുണ്ട്. ഇപ്പോൾ ഇവിടെ ഇസ്രായേൽ പറയുന്ന ഒരു വിഷയം നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അതായത് ഇവിടെ ഇത് മെഡോസ് ആണ്, ഇതൊരു ഡെസേർട്ട് ലാൻഡ് പോലത്തെ ഒരു ലാൻഡ് അല്ല. ശരിക്കും ഇത് കുന്നുകളാണ്. അതായത് ഇസ്രായേലിൻ്റെ ലാൻഡ് നേച്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മെഡിറ്ററേനിയൻ സീ എന്ന് പറഞ്ഞാൽ ആ ഒരു കടൽ നിരപ്പിൽ നിന്നും വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് 1000 ഫീറ്റ് ഉയരത്തിലാണ്. ഇപ്പോൾ ഇസ്രായേലിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഇസ്രായേൽ ആണെന്നുണ്ടെങ്കിൽ ഇസ്രായേലിൻ്റെ ലാൻഡ് നേച്ചർ അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഇസ്രായേൽ കുറച്ച് താഴ്ന്ന പ്രദേശത്താണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് ഉയർന്ന പ്രദേശങ്ങൾ, ഹൈ ലാൻഡ് വരുന്നത് ഈ വെസ്റ്റ് ബാങ്കിൻ്റെ ഏരിയയാണ്. അപ്പോൾ ഈ വെസ്റ്റ് ബാങ്കിൻ്റെ അവിടെ നിന്നും ഈ താഴ്വാരത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേലികളുടെ സെറ്റിൽമെൻറ്റും അതേപോലെ ഇസ്രായേൽ രാജ്യത്തിന് ഉള്ളിലുള്ള ഈ 15 കിലോമീറ്റർ സ്ഥലം, അതുപോലെ തന്നെ കംപ്ലീറ്റ് ഏരിയയും കാണാൻ കഴിയും. എന്തിനു ഭേദം ബെൻഗുരിയൻ എയർപോർട്ട് വരെ വിസിബിൾ ആണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബെൻഗുരിയൻ എയർപോർട്ടിൻ്റെ മാപ്പ് നിങ്ങൾ നോക്കിക്കോളൂ, ആ ലൊക്കേഷൻ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത്രയും അടുത്താണ്, വെസ്റ്റ് ബാങ്കിൻ്റെ ബോർഡറിൻ്റെ വളരെ അടുത്താണ് ബെൻഗുരിയൻ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ലൊക്കേഷൻസ്, ഇസ്രായേലിൻ്റെ കീ ലൊക്കേഷൻസ്, അത് സ്ഥിതി ചെയ്യുന്നത് വെസ്റ്റ് ബാങ്കിൻ്റെ തൊട്ടടുത്തൊക്കെയാണ്. അപ്പോൾ ഗാസയിൽ നിന്നും വർഷങ്ങളോളം തുരങ്കങ്ങളൊക്കെ കുഴിച്ച് ഇത്തരത്തിൽ ഒരു മൃഗീയമായ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്താൻ കപ്പാസിറ്റിയുള്ള ഈ തീവ്രവാദ സംഘടന ഇവർക്ക് വെസ്റ്റ് ബാങ്കിൻ്റെ ഉള്ളിൽ നിന്നും ഇസ്രായേലിനുള്ളിലേക്ക് കടന്നു കയറാൻ എത്ര സമയം വേണ്ടി വരും? നിങ്ങൾ ഇപ്പോൾ നാളെ വെസ്റ്റ് ബാങ്കിന് സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പം നാളെ വെസ്റ്റ് ബാങ്കിൽ നിന്നും ഇസ്രായേൽ അവരുടെ സെക്യൂരിറ്റികളെല്ലാം പിൻവലിച്ചുകൊണ്ട് സെറ്റിൽമെൻ്റൊക്കെ മാറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റന്നാൾ ഉടനെ ആക്രമണം ഇസ്രായേലിൻ്റെ ഉള്ളിലേക്ക് ഉണ്ടാകും എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു 10 വർഷം കഴിഞ്ഞ് നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, തീർച്ചയായിട്ടും ഉണ്ടാവും. ഒരു സൈഡിൽ സമാധാനപരമായിട്ട് ജീവിച്ച് മുന്നോട്ട് പോകണം, എല്ലാ കാര്യങ്ങളും ഡെമോക്രാറ്റിക്കലി ചെയ്യണം, നേഷൻ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രെയിൻഡ് ആർമി വേണം എന്നുള്ള രീതിയിൽ മറ്റുള്ള രാജ്യങ്ങളൊക്കെ ഒരു ഡെമോക്രാറ്റിക് രാജ്യം എങ്ങനെയാണോ മുന്നോട്ട് പോകുന്നത് അതേ മാതൃകയിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യം, സോവറൈൻ സ്റ്റേറ്റ് ഇസ്രായേൽ. മറ്റൊരു സൈഡിൽ കുറച്ച് ഐഡിയോളജിയൊക്കെ തലയ്ക്കകത്ത് കയറ്റിക്കൊണ്ട് തീവ്രവാദ ആക്രമണം ഏത് നേരത്ത് വേണമെങ്കിലും നടത്താം, ഒരു ഇൻഡിവിജ്വൽ വ്യക്തിപരമായി തന്നെ തീവ്രവാദിയായിട്ട് മാറാനുള്ള സ്റ്റഫ് ഇതിൻ്റെ ഉള്ളിലുണ്ട്, ഈ ഐഡിയോളജിക്കുള്ളിലുണ്ട്.
ഈ ഐഡിയോളജിയും പേര് നടക്കുന്നവന്മാരാണ് യൂറോപ്പിലായിക്കോട്ടെ, അമേരിക്കയിലായിക്കോട്ടെ, ഇന്ത്യക്കുള്ളിലായിക്കോട്ടെ വ്യക്തിപരമായി പൊട്ടിത്തെറിക്കുന്നത്. ഇത്തരത്തിൽ പൊട്ടിത്തെറിക്കാൻ കപ്പാസിറ്റിയുള്ള, ആഗ്രഹമുള്ള, ഈ ലോകത്തുള്ള ജീവിതത്തിന് ഒരു വാല്യൂം കൊടുക്കാതെ മരിച്ചതിന് ശേഷം എന്തൊക്കെയോ കിട്ടാൻ പോകുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ ദൈവത്തിന് വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടണമെന്ന് പറഞ്ഞിട്ട് നടക്കുന്ന കുറച്ച് ആൾക്കാർ. ഇത് രണ്ടും തമ്മിൽ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ തീവ്രവാദിയുമാണെന്നുണ്ടെങ്കിൽ ഒരു മീഡിയേഷൻ എങ്ങനെയെങ്കിലൊക്കെ നടത്തി വെക്കാം. അല്ലെങ്കിൽ ഒരു സോവറിൻ സ്റ്റേറ്റും മറ്റൊരു സോവറിൻ സ്റ്റേറ്റുമാണെന്നുണ്ടെങ്കിൽ ചർച്ചകളൊക്കെ നടത്തി എഗ്രിമെന്റ് ഒക്കെ ആക്കി ഒപ്പിട്ട് എല്ലാം റെഡിയാക്കി വെക്കാം. ഇപ്പൊ ഇവിടെ ശരിക്കും ഒരു സോവറിൻ സ്റ്റേറ്റിനെ കമ്പയർ ചെയ്തുകൊണ്ട് തീവ്രവാദികളുമായിട്ട് മീഡിയേഷൻ നടത്തിക്കൊണ്ട് അവിടെ ഒരു കരാർ തയ്യാറാക്കി അതിൽ ഒപ്പുവെക്കാനാണ് ട്രംപ് നടക്കുന്നത്. അപ്പൊ ഇത് എത്രമാത്രം വിരോധാഭാസമാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇവിടെ റിപ്പീറ്റഡ് ആയിട്ട് ആക്രമണങ്ങൾ ഉണ്ടാവില്ല എന്ന് എന്താണ് ഉറപ്പ്? കാരണം വർഷങ്ങളായിട്ട് ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആക്രമണങ്ങൾ. ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്താണ്? അവിടെ കൃത്യമായിട്ട് റിലീജിയൻ സ്പോട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതിവിടെ ആരും എടുത്ത് സംസാരിക്കുന്നൊന്നുമില്ല. ഈ ഫണ്ടമെന്റലിസ്റ്റിനെ ആരും തന്നെ മൈൻഡ് ചെയ്യുന്നില്ല. എല്ലാവരും വളരെ നല്ലവരാണ്. അതുകൊണ്ട് പാലസ്തീൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ് ഇസ്രായേലിന്റെ ഉള്ളിൽ തന്നെ അങ്ങ് സ്ഥാപിച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് ഇപ്പം എല്ലാ അണങ്ങളും ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്, ഇൻക്ലൂഡിങ് പോപ്പ് ലിയോ ഉൾപ്പെടെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? ഇപ്പം ഇസ്രായേൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെസ്റ്റ് ബാങ്ക്, അതൊരു സമയത്ത് ഇസ്രായേലിൻ്റെ കയ്യിലുണ്ടായിരുന്നു, പിന്നീട് ജോർദാൻ അതിനുവേണ്ടി മത്സരിച്ചു, അവസാനം അത് വെസ്റ്റ് ബാങ്കിൻ്റെ ഉള്ളിൽ, ഈസ്റ്റ് ജെറുസലേം എന്ന് പറയുന്നത് ഈ വെസ്റ്റ് ബാങ്കിൻ്റെ ഉള്ളിൽ പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചു. അതും ഇസ്രായേലിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റിയുടെ ഭാഗമായിട്ട് വിട്ടുകൊടുത്തതാണ്. ഇപ്പം ഇസ്രായേൽ ഇപ്പം എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇസ്രായേൽ ഇപ്പം ജെറുസലേമാണ് ഇസ്രായേലിൻ്റെ തലസ്ഥാനം എന്ന് പറഞ്ഞിരിക്കുന്നത്. വെസ്റ്റ് ജെറുസലേം ഇസ്രായേലിൻ്റെ ഭാഗമായിട്ട് ഓൾറെഡി മാറിക്കഴിഞ്ഞു. ഇനി ഈസ്റ്റ് ജെറുസലേമാണ് ഉള്ളത്. വെസ്റ്റ് ബാങ്ക് പാലസ്തീനിയൻ സ്റ്റേറ്റ് ആയിട്ട് മാറുന്നു എങ്കിൽ ഈ ഈസ്റ്റ് ജെറുസലേം ആയിരിക്കും അതിൻ്റെ തലസ്ഥാനം എന്ന് പലപ്പോഴായിട്ട് ഈ ഫ്രീ പാലസ്തീൻ സപ്പോർട്ടേഴ്സ് വിളിച്ചു പറയുന്നുണ്ട്. വെസ്റ്റ് ബാങ്കിൻ്റെ തീരുമാനവും അതാണ്. അവിടെയാണല്ലോ ഈ ഫത്തേ പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയും മുഹമ്മദ് അബ്ബാസ് ഇരുന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് റമല്ലയിൽ. അവിടുത്തെ തീരുമാനം ഇതാണ്. അതായത് യഹൂദിനെ അറ്റാക്ക് ചെയ്യുന്നതിന് സ്റ്റൈഫൻഡ് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ റമല്ലയിലുള്ള ഫത്തേ പാർട്ടി, പാലസ്തീനിയൻ അതോറിറ്റി എന്ന് പറയും. അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്റ്റേറ്റ്, അതാണ് നമ്മൾ ഇതിലെല്ലാം മനസ്സിലാക്കേണ്ടത്. പല പോയിന്റുകൾ ഇതിനകത്ത് പറഞ്ഞു പോകുമ്പോൾ, പല പോയിന്റുകൾ നമ്മൾ ഇതിനകത്ത് ചിന്തിച്ച് നോക്കുമ്പോൾ വളരെ 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 മോശപ്പെട്ട രീതിയിലുള്ള പല പോളിസികളും അവിടെ നടപ്പിലാകുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഒരു യഹൂദിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ അവന് സ്റ്റൈഫൻഡ്, ഇതൊക്കെ എവിടെയെങ്കിലും നടക്കുമോ? പക്ഷെ അവിടെ നടക്കും. ഇതൊക്കെ ഈ അന്താരാഷ്ട്ര കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ പുറകിൽ നടക്കുന്ന ആൾക്കാർ കണ്ടും കാണാത്ത മട്ടിൽ ഇങ്ങനെ കണ്ണടച്ച് വിടുകയാണ്, ഇല്ലെങ്കിൽ പർപ്പസ്ഫുള്ളി ഇഗ്നോർ ചെയ്യുകയാണ്. തീവ്രവാദികളുമായിട്ട് ഇപ്പം സംഭാഷണം നടത്തി എഗ്രിമെൻ്റ് വെച്ച് ഒപ്പിടണം എന്നാണ് ജെറദ് കുഷ്ണർ നേരം വെളുക്കോളം ഇരുന്ന് ഇസ്രായേലിൽ സംസാരിച്ചിട്ട് ബെഞ്ചമിൻ നെതന്യാഹുവുമായിട്ട് വഴക്ക് കൂടിയിട്ട് പോയിരിക്കുന്നത്. ഇനിയിപ്പം ഈ ജോർദാൻ വാലി എന്ന് പറയുന്നത്, ജോർദാൻ എന്ന് പറഞ്ഞ ആ രാജ്യത്തിനെയും ഈ വെസ്റ്റ് ബാങ്കിൻ്റെയും ഇടയ്ക്ക് കിടക്കുന്ന ഒരു വാലിയാണ്. വാലി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കുറച്ച് ഡീപ്പായിട്ടുള്ള സ്ഥലമാണ്. അതായത് ഇപ്പുറത്ത് മെഡിറ്ററേനിയൻ സീ, അതിൽ നിന്നും ഒരു 1000 അടി ഉയരത്തിലാണ് വെസ്റ്റ് ബാങ്കിൻ്റെ മലനിരകൾ സ്ഥിതി ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു ഡീപ്പ് വാലിയാണിത്. ഈ വാലി ഇസ്രായേൽ കൺട്രോൾ ചെയ്യുമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഗാസയ്ക്കുള്ളിൽ എങ്ങനെയാണോ ഈജിപ്റ്റ് ത്രൂ ടണലിലൂടെ ആയുധങ്ങളൊക്കെ കടത്തിയത്, അതേപോലെ ജോർദാൻ്റെ ഉള്ളിൽ നിന്നും ഈ ജോർദാൻ വാലി വഴി വളരെ എളുപ്പത്തിൽ തന്നെ യോമാർ ആയുധങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സെൻട്രൽ ഇസ്രായേൽ എന്ന് പറയുമ്പോഴത്തേക്കും മനസ്സിലാക്കണം, ഈ 15 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ മെഡിറ്ററേനിയൻ സീക്കും ഈ വെസ്റ്റ് ബാങ്ക് ബോർഡറിനുമുള്ള ആ ഒരു ഡിസ്റ്റൻസ്. ഈ 15 കിലോമീറ്ററിലേക്ക് ബോംബിട്ട് തകർക്കാൻ എത്ര സമയം വേണ്ടി വരും? ഇത് പ്ലാൻ ചെയ്ത് കൃത്യമായിട്ട് നടപ്പിലാക്കും ഇവന്മാർ, അത് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഇസ്രായേൽ പറയുന്നത് ജോർദാൻ വാലി ഞങ്ങൾ കൺട്രോൾ ചെയ്യും, അതിൻ്റെ സെക്യൂരിറ്റി ഇസ്രായേൽ ഹാൻഡിൽ ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം കൃത്യമായിട്ടുള്ള ചെക്ക് പോയിന്റുകളാണ് ഇസ്രായേൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. അതിനെതിരെയാണ് ഈ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം നിലവിൽ ഈ ഗാസ പീസ് അക്കോർഡ് മാത്രമല്ല, ഈ ഗാസ പീസ് അക്കോർഡ് എന്ന് പറയുന്നത് ഇതെല്ലാം കൂടി ചേർന്ന ഒരു പാക്റ്റാണ്. അത് ഇസ്രായേൽ ശക്തമായി അതിനെ എതിർക്കുന്നുണ്ട്. അപ്പോൾ ഇസ്രായേലിന് എക്സിസ്റ്റൻഷ്യൽ ത്രെറ്റ് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് നമ്മളിവിടെ സിറിയയ്ക്കുള്ളിൽ ടൺ കണക്കിൽ യുറേനിയം കൊണ്ട് പതുക്കി വെച്ചിരിക്കുന്നത്. എന്തിനാണ്? ഇസ്രായേലിനെതിരെയാണ്. അത് വളരെ വ്യക്തമാണ്. ഇറാൻ ആണവായുധം നിർമ്മിക്കുമെന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതും ഇസ്രായേലിനെതിരെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വെസ്റ്റ് ബാങ്ക് ആയിക്കോട്ടെ ഗാസ ആയിക്കോട്ടെ, ഈ 2 സ്ഥലങ്ങളും ഇസ്രായേലിനെതിരെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ട് കൃത്യമായിട്ട് പാർപ്പിച്ചിരിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളാണ്.
അല്ലാതെ ഇതിന് വേറെ സെന്റിമെന്റൽ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റിന് ഒരു എക്സിസ്റ്റൻസും ഉണ്ടാവില്ല. അത് തുടച്ചു നീക്കപ്പെടും. അത്തരത്തിൽ ഇവർ ബോംബിടും, ഉറപ്പാണ്. അതുകൊണ്ടാണ് ഇസ്രായേൽ കൃത്യമായിട്ട് അവരുടെ ഡിറ്ററൻസ് നിലപാടിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്, ഡിഫൻസ് ഡിറ്ററൻസ് നിലപാടിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനി പോപ്പ് ലിയോയ്ക്ക് വേണമെങ്കിൽ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ നടപ്പിലാക്കാം. പോപ്പ് ലിയോയുടെ ആ ഒരു സ്റ്റേറ്റ് വാറ്റിക്കൻ വളരെ ശക്തമായിട്ട് വളരെ ശക്തമായിട്ട് അതിൻ്റെ സെക്യൂരിറ്റി എല്ലാം ഉറപ്പുവരുത്തിക്കൊണ്ട് 3-2 അതായത് 3-4 ലെയർ സെക്യൂരിറ്റി പ്രൊട്ടക്ഷനിലാണ് വാറ്റിക്കൻ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? പോപ്പ് ലിയോയുടെ അടുത്ത് അത്ര എളുപ്പത്തിൽ ആർക്കും അടുക്കാനൊന്നും കഴിയില്ല. ഈ സാഹചര്യം വിലയിരുത്തുമ്പോൾ പോപ്പ് ലിയോ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട്. ഈ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ വാറ്റിക്കനിൽ നടപ്പിലാക്കുന്നതായിരിക്കും നല്ലത്. അവിടെ ഹമാസിനെയും വെസ്റ്റ് ബാങ്കിലുള്ള ഫത്തേ പാർട്ടിയും ഇവരെല്ലാം കൊണ്ട് ഒരു പാലസ്തീനിയന് വേണ്ടിയിട്ട് ഒരു സ്റ്റേറ്റ് രൂപീകരിച്ച് വാറ്റിക്കനെ ഒന്ന് രണ്ടായി കീറി മുറിച്ചിട്ട് ഒരു സൈഡ് ഹമാസിന് കൊടുത്താൽ മതി. അപ്പോൾ അവർ അതിലടിയിലൂടെ മാളങ്ങളും തുരങ്കങ്ങളൊക്കെ ഉണ്ടാക്കി പതിയെ ഇപ്പുറത്തുള്ള പോപ്പ് ലിയോയുടെ സ്ഥലം കൂടി അവരങ്ങ് എടുത്തോളും. അപ്പോൾ അതിന് സ്ഥലം അവിടെ കൊടുത്താൽ മതി. 2 സ്റ്റേറ്റ് സൊല്യൂഷൻ ശക്തമായ രീതിയിൽ ഒരു ഓർഡിനൻസോ അല്ലെങ്കിൽ ഒരു പ്രസ്താവനയോ ഒരു സ്റ്റേറ്റ്മെൻറ്റോ അങ്ങ് പറഞ്ഞാൽ മതി. അപ്പോഴത്തേക്കും നമുക്ക് പാലസ്തീനിയൻ 2 സ്റ്റേറ്റ് അവിടെ വാറ്റിക്കനിൽ കൊടുക്കാം. അതായിരിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷവും. കാരണം അവരുടെ ഉദ്ദേശം വേറെയാണല്ലോ. ഇപ്പം ഇത്തരത്തിൽ വയസ്സായ ആൾക്കാർ ഇരുന്നുകൊണ്ട് പല കാര്യങ്ങളും പറയും, പക്ഷെ അത് പ്രാക്ടിക്കൽ അല്ല. അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഇതിപ്പോൾ പോപ്പ് ലിയോ പറഞ്ഞാലും ശരി, ആര് പറഞ്ഞാലും ശരി തന്നെ. അപ്പോൾ എന്തായാലും ഇസ്രായേൽ ഇത്തവണ ശക്തമായിട്ടുള്ള നിലപാടാണ് എടുത്തിരിക്കുന്നത്. ഇനി 5 വർഷം കൂടുമ്പോൾ, 10 വർഷം കൂടുമ്പോൾ, അല്ലെങ്കിൽ 15 വർഷം കൂടുമ്പോൾ ഇസ്രായേലിൻ്റെ ഉള്ളിലേക്കുള്ള തീവ്രവാദ ആക്രമണം നടക്കരുത് എന്നാണ് ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഒക്ടോബർ 7 കഴിഞ്ഞിട്ട് ഇത്ര ഡീപ്പായിട്ടുള്ള ഒരു മിലിറ്ററി ഓപ്പറേഷൻ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ട്രംപ് വന്നിട്ട് ഇത്തരത്തിലുള്ള ചില നിർദ്ദേശങ്ങളൊക്കെ ഇസ്രായേലിൻ്റെ മേലിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതിനെയാണ് ഇപ്പം തള്ളിപ്പറഞ്ഞുകൊണ്ട് അമേരിക്കയും ഇസ്രായേലും ഒരു ഡിപ്ലോമാറ്റിക് ക്ലാഷിലേക്ക് സഞ്ചരിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.